ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസിനെ കുറിച്ച് എന്താണ് ഒഫൻസ്, എന്താണ് പെനാൽറ്റീസ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് നമ്മൾ ചെയ്തതാണ്. ദെൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെയിലിയർ ടു ഫർണിഷ് ഇൻഫർമേഷൻ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ അതിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്യാൻ ഫെയിലിയർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ളൊരു പെനാൽറ്റിയാണ് ചാർജ് ചെയ്യപ്പെടുക എന്നാണ് നമ്മൾ നോക്കുന്നത്. എ പേഴ്സൺ who is responsible to furnish information under section 150 failed to do so within the period specified in the notice shall be liable to pay a penalty of ₹100 per day for each day during which he failure to furnish such returns continues subject to a maximum of 5,000. ഒരു ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 150 അനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്യാൻ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ദിവസമാണോ ഫെയിലിയർ ആയത് ഓരോ ദിവസത്തിനും ₹100 വെച്ചിട്ട് ഫൈൻ അടക്കേണ്ടി വരും. മാക്സിമം എത്രയാണ്? 5,000 ആണ് അദ്ദേഹത്തിൻ്റെ ഫൈനായിട്ട് വരുന്നത്. ദെൻ എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ടു ഫർണിഷ് എനി ഡീറ്റെയിൽസ് ഓർ റിട്ടേൺസ് അണ്ടർ സെക്ഷൻ 151 151 സെക്ഷൻ 151 അനുസരിച്ച് ഫയൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫർണിഷ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്യാതിരുന്നാൽ വിതൗട്ട് എനി റീസണബിൾ കോസ്, കൃത്യമായിട്ടുള്ള ഒരു കാരണങ്ങളില്ലാതെ അതിലെന്തെങ്കിലും ഡിലേ വരുത്തി കഴിഞ്ഞാൽ ഫെയിൽസ് ടു ഫർണിഷ് സച്ച് ഇൻഫർമേഷൻ ഓർ റിട്ടേൺസ് ആസ് റിക്വയർഡ് അണ്ടർ ദാറ്റ് സെക്ഷൻ ഓർ willfully furnishes or cause to furnish any information or returns which he knows to be false. അണ്ടർ സെക്ഷൻ 151 അനുസരിച്ച് ഫർണിഷ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒന്നുകിൽ ഫർണിഷ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഷാൾ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ് ടു 10,000 ആൻഡ് ഇൻ കേസ് ഓഫ് എ കണ്ടിന്യൂയിങ് ഒഫൻസ് ടു എ ഫർദർ ഫൈൻ. അതിന് ഈ ഒരു ഒഫൻസ് ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചാൽ 151 അനുസരിച്ച് ഫയൽ ചെയ്യേണ്ട ഇൻഫർമേഷൻസ് ഫയൽ ചെയ്യാതിരിക്കുന്നതാണ് ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിന് പെനാൽറ്റി എന്ന് പറയുന്നത് അതൊരു ഒഫൻസ് ആണ്. അതിന് പെനാൽറ്റി ആയിട്ട് പറയുന്നത് ₹10,000 ആണ് അതിൻ്റെ പെനാൽറ്റി ആയിട്ട് പറയുന്നത്. ഫർദർ ഒഫൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ 10,000 ആണ് അവിടെ പെനാൽറ്റി ആയിട്ട് പറയുന്നത്. വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ് ടു ₹100 ഫോർ എവറി ഡേ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ ഡ്യൂറിങ് വിച്ച് ദ ഒഫൻസ് കണ്ടിന്യൂസ് സബ്ജക്ട് ടു എ മാക്സിമം ലിമിറ്റ് ഓഫ് 25,000. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഒഫൻസ് വരുത്തുന്നതെന്നുണ്ടെങ്കിൽ 10,000 ആണ് അവിടെ പറയപ്പെടുന്നത്. എഗെയിൻ വീണ്ടും അദ്ദേഹം ആ ഒഫൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ 100 വെച്ചിട്ട് മാക്സിമം 25,000 വരെ എന്തായിട്ട് ചാർജ് ചെയ്യാം. ഒഫൻസസ് ഓർ പെനാൽറ്റി ബീയിങ് ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പെനാൽറ്റി ആയിട്ട് വരുന്നതാണ്. പിന്നെ അതേപോലെ ജനറൽ പെനാൽറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് സെക്ഷൻ 125. ജനറൽ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു കോൺട്രവെൻസ് any of the provisions of this act or rules for which no penalty is separately provided for this act shall be liable to a penalty which may extend to 2,500. ജനറൽ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ GST ആക്ട് അനുസരിച്ച് ഒരു ഒഫൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു പെനാൽറ്റി സ്റ്റേറ്റ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രവെൻഷൻസ് ഓഫ് എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് GST ആക്ട് വയലേഷൻ നടത്തുകയാണ്, പക്ഷേ നോ പെനാൽറ്റി സെപ്പറേറ്റ്ലി പ്രൊവൈഡഡ്, അത്തരത്തിലുള്ള വയലേഷന് സെപ്പറേറ്റ് പെനാൽറ്റി പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ജനറൽ പെനാൽറ്റിയുടെ കീഴിലാണ് വരുന്നത്. ആ ജനറൽ പെനാൽറ്റി എന്ന് പറയുന്നത് വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ് ടു 2,500. അപ്പോൾ GST ആക്ട് അനുസരിച്ച് ഒരു ഒഫൻസ് ആണ് എന്ന് പറയുകയും എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള പെനാൽറ്റി സ്റ്റേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പെനാൽറ്റീസാണ് നമ്മൾ ജനറൽ പെനാൽറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2,500 ആയിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ ജനറൽ ഗൈഡ് ലൈൻസ് റിലേറ്റഡ് ടു പെനാൽറ്റി സെക്ഷൻ 125 പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട് ജനറൽ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ്: നോ ഓഫീസർ അണ്ടർ ദിസ് ആക്ട് ഷാൾ ഇമ്പോസ് any penalty for minor breach of tax regulations or procedural requirements, and in particular any omission or mistake in documentation which is easily rectifiable and made without fraudulent intent or gross negligence. അതൊരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്
അതിലൊരു ഗ്രോസ് നെഗ്ലിജൻസിന്റെ ഭാഗമായിട്ടോ ഒരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ഇന്റന്റ് ഇല്ലാതെയോ മിസ്റ്റേക്ക് വരാം, എറർ വഴി മിസ്റ്റേക്ക് വരാം. അത്തരം മിസ്റ്റേക്കുകൾ ഈസിലി റെക്ടിഫയബിൾ ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചാർജ് ചെയ്യരുത്, പെനാൽറ്റി ചാർജ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ എറേഴ്സ് സംഭവിക്കാം. എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് ഓർ ഒമിഷൻസ് ഒക്കെ സംഭവിച്ചു എന്ന് വരാം. ഈസിലി റെക്ടിഫയബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്രോസ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ഇന്റന്റ് ഇല്ലാത്ത ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് അതിനൊരിക്കലും എന്ത് ചാർജ് ചെയ്യരുത്, പെനാൽറ്റി ചാർജ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എ ബ്രീച്ച് ഷാൾ ബി കൺസിഡേർഡ് എ മൈനർ ബ്രീച്ച് ഓഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഇൻവോൾവ്ഡ് ഈസ് ലെസ് ദാൻ 5,000. അതായത് ഒരു മൈനർ ബ്രീച്ച് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവിടെ ടാക്സ് എമൗണ്ട് ഇൻവോൾവ് ചെയ്യുന്നത് 5,000 ഓർ ലെസ് എമൗണ്ട് ആണെങ്കിൽ അത് ഒരു മൈനർ ബ്രീച്ച് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആൻ ഒമിഷൻ ഓർ മിസ്റ്റേക്ക് ഇൻ ഡോക്യുമെന്റേഷൻ ഷാൾ ബി കൺസിഡേർഡ് ടു ബി ഈസിലി റെക്ടിഫയബിൾ ഇഫ് ദ സെയിം ഈസ് ആൻ എറർ അപ്പാരന്റ് ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ്. ഫാൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഈസിലി റെക്ടിഫൈ ചെയ്യാവുന്ന ഡോക്യുമെന്റേഷനിൽ വരുത്തിയ പിഴവുകൾ ഈസിലി റെക്ടിഫയബിൾ ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഒരു എററായിട്ട് ട്രീറ്റ് ചെയ്യും. അതിനെന്ത് ചാർജ് ചെയ്യാറില്ല, പെനാൽറ്റി ചാർജ് ചെയ്യാറില്ല. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എ നോമിനൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ചില സിറ്റുവേഷനിൽ ചാർജ് ചെയ്തു എന്ന് വരാം. അതുപോലെ തന്നെ പെനാൽറ്റി ഇമ്പോസ്ഡ് അണ്ടർ ദിസ് ആക്ട് ഷാൾ ഡിപ്പെൻഡ് ഓൺ ദ ഫാക്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ഈച്ച് cause and shall be commensurate with the degree and sovereignty of the breach. ഒരു പെനാൽറ്റി എത്രയാണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് ആ ഒരു ബ്രീച്ചിൻ്റെ ആ ഒരു ഡിഗ്രിക്ക് അനുസരിച്ചിട്ടാണ്. ആ ഒരു ലെവൽ ഓഫ് ബ്രീച്ച് അത് വളരെ വലിയ ഒരു ബ്രീച്ച് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ വലിയൊരു ഒഫൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് മറ്റ് നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരും. അല്ല ഈ GST ആക്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ബ്രീച്ചുകളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു പെനാൽറ്റി കൊണ്ട് അത് ഒതുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വരെയുള്ള റൂൾസ് ചിലപ്പോൾ അപ്ലിക്കബിൾ ആയി എന്ന് വരാം. നോ പെനാൽറ്റി ഷാൾ ബി ഇമ്പോസ്ഡ് on any person without giving him an opportunity to be heard. അതായത് പ്രതിക്ക് അല്ലെങ്കിൽ പ്രതി എന്ന് പറയുന്ന ആ ആൾക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആർക്കാണോ പെനാൽറ്റി എഴുതി കൊടുക്കുന്നത് ആ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാതെ എന്ത് ചെയ്യരുത്, പെനാൽറ്റി ചാർജ് ചെയ്യാൻ പാടില്ല. അവർക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുള്ള ഒരു അവസരം കൊടുത്തതിന് ശേഷം മാത്രമേ പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിനും അത് ഇമ്പോസ് ചെയ്യുന്നതിനൊക്കെ അതിൻ്റെ ഫർദർ പ്രൊസീജിയറിലേക്ക് പോകാൻ പാടുള്ളൂ. ദ ഓഫീസർ അണ്ടർ ദിസ് ആക്ട് ഷാൾ വൈൽ ഇമ്പോസിംഗ് പെനാൽറ്റി ഇൻ ആൻ ഓർഡർ ഫോർ എ ബ്രീച്ച് ഓഫ് any law, regulation or procedural requirement specify the nature of the breach and the applicable law. ഒരു പെനാൽറ്റി ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ബ്രീച്ചിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒഫൻസിൻ്റെ ഡിഗ്രി നേച്ചർ എന്താണെന്നും അതിൻ്റെ ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്നും അവിടെ ആപ്ലിക്കബിൾ ആവുന്ന റൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. റെഗുലേഷൻ ഓർ പ്രൊസീജിയർ അണ്ടർ വിച്ച് ദ എമൗണ്ട് ഓഫ് പെനാൽറ്റി ഫോർ ദ ബ്രീച്ച് ഹാസ് ബീൻ സ്പെസിഫൈഡ്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഡിറ്റൻഷൻ, സീഷ്യൂർ ആൻഡ് റിലീസ് ഓഫ് ഗുഡ്സ് ആൻഡ് കൺവേയൻസ് ഇൻ ട്രാൻസിറ്റ്. ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു സെല്ലർ ഒരു ബയർ അല്ലെങ്കിൽ ഒരു സപ്ലയർ ഒരു റെസിപ്പിയൻറ്റിന് അയച്ചു കൊടുത്തു. അതായത് സപ്ലയറുടെ കയ്യിൽ നിന്ന് പോയി, എന്നാൽ റെസിപ്പിയൻറ്റിൻ്റെ അടുത്ത് എത്തിയതുമില്ല. അത്തരത്തിലുള്ളതിനെയാണ് നമ്മളെന്ന് പറയാം കൺവെയൻസസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അതിനാണ് നമ്മൾ പറയുന്നത്. അതായത് സെല്ലർ അത് കൊടുത്തയച്ചു, പക്ഷെ ബയ്യർക്ക് അത് എത്തിയിട്ടില്ല, അത് ഓൺ ദ വേ ആണ്. അതിനെയാണ് നമ്മൾ കൺവെയൻസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ സൈറ്റുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രാക്ക് യുവർ ഓർഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ട്രാക്ക് യുവർ ഓർഡർ ആണ് ഇത്. ആ ഒരു ഇതിനെ നമ്മൾ കുറച്ചും കൂടി അല്ലെങ്കിൽ ഒരു ബിസിനസ് ടേംസിൽ പറയുന്നതാണ് കൺവെയൻസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ notwithstanding anything contained in this act where any person
transports any goods or stores any goods while they are in transit in contravention of the provisions of this act or rules made thereunder. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആൾ സച്ച് ഗുഡ്സ് ആൻഡ് കൺവെയൻസസ് യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ക്യാരിയിങ് ദ സെറ്റ് ഗുഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് റിലേറ്റിംഗ് ടു സച്ച് ഗുഡ്സ്. അതായത് ഈ ഗുഡ്സ് അതുപോലെ തന്നെ ആ ഗുഡ്സ് കൺവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, അതായത് ആ ഗുഡ്സ് കാരിയർ അടക്കം ആ ഗുഡ്സും അലോങ് വിത്ത് ആ ഗുഡ്സ് കാരിയർ അടക്കം ഷാൾ ബി ലയബിൾ ടു ഡിറ്റൻഷൻ ഓഫ് സീഷ്യർ ആൻഡ് ആഫ്റ്റർ ഡിറ്റൻഷൻ ഓഫ് സീഷ്യർ ഷാൾ ബി റിലീസ്ഡ്. ഈ ഗുഡ്സും ഈ ട്രാൻസിറ്റിലുള്ള ഗുഡ്സും അലോങ് വിത്ത് ദാറ്റ് വെഹിക്കിൾ അടക്കം അവർക്ക് എന്ത് ചെയ്യാം, സീസ് ചെയ്യാം, അത് പിടിച്ചെടുക്കാം. അത് പിടിച്ചെടുത്തിട്ട് പിന്നീട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ഒരു സപ്ലയറും റെസിപ്പിയൻറ്റും പ്രൊവൈഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവരത് റിലീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൽ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇല്ലാതെ ട്രാൻസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് അലോങ് വിത്ത് ദാറ്റ് വെഹിക്കിൾ പിടിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ടാക്സ് അതോറിറ്റീസിനുണ്ട്. ഓൺ പേയ്മെന്റ് ഓഫ് ദ അപ്ലിക്കബിൾ ടാക്സ്, അത് എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എത്രയാണോ അതിന്റെ ടാക്സ്, അതായത് ടാക്സ് വെട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു ട്രാൻസാക്ഷൻ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 100% പെനാൽറ്റി, അപ്ലിക്കബിൾ ടാക്സും അതിന്റെ പെനാൽറ്റി ആയിട്ട് 100% എക്സ്ട്രാ കൂടി അടയ്ക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് എക്സംപ്റ്റഡ് ഗുഡ്സ് ടാക്സബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ലാബിലിറ്റിയുടെ 100% ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും. എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൺ പേയ്മെന്റ് ഓഫ് ആൻ എമൗണ്ട് ഈക്വൽ ടു 2% ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ 25,000. എക്സംപ്റ്റഡ് ഗുഡ്സിന്റെ കേസിൽ ടോട്ടൽ ഗുഡ്സിന്റെ വാല്യൂവിന്റെ 2% അല്ലെങ്കിൽ 25,000 രൂപ, വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ ചെറുത് അതാണ് കൊടുക്കേണ്ടി വരിക. വേർ ദ ഓണർ ഓഫ് ദ ഗുഡ്സ് കംസ് ഫോർവേഡ് ഫോർ പേയ്മെന്റ് ഓഫ് സച്ച് ടാക്സ് ആൻഡ് പെനാൽറ്റി. എക്സെപ്റ്റഡ് ഗുഡ്സിന്റെ കേസിൽ ഓണർ ഇത്തരത്തിലുള്ള ഗുഡ്സ് അതിന്റെ പെനാൽറ്റി പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റഡ് ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ ഗുഡ്സിന്റെ ആ വാല്യൂവിന്റെ 2% അല്ലെങ്കിൽ 25,000 വിച്ച് എവർ ഈസ് ലെസ്. ടാക്സബിൾ ഗുഡ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 100% എന്തായിട്ട് കളക്ട് ചെയ്യുന്നതാണ്, പെനാൽറ്റി ആയിട്ട് അവിടെ കളക്ട് ചെയ്യുന്നതാണ്. ഓൺ പേയ്മെന്റ് ഓഫ് ദ അപ്ലിക്കബിൾ ടാക്സ് ആൻഡ് പെനാൽറ്റി ഈക്വൽ ടു 50,000 of the value of goods reduced by the tax amount paid thereon, and in case of exempted goods on payment of an amount equal to 5% of the value of goods or 25,000 whichever is less, where the owner of the goods does not come forward for payment of such tax and penalty. അതായത് applicable tax in the penalty equal to 50,000 of the value of goods reduced by the tax amount paid thereon, and in case of exempted goods applicable ടാക്സിന്റെ 50% ടാക്സ് അല്ലെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റിന്റെ എത്രയാണോ ടാക്സ് റേറ്റ് വരുന്നത് അത് പ്ലസ് അതിന്റെ 50% പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ എക്സെപ്റ്റഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഗുഡ്സിന്റെ വാല്യൂവിന്റെ 5% അല്ലെങ്കിൽ 25,000 ഏതാണോ ചെറുത് അത് പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി വരും. ഇഫ് ദ ഓണർ does not come forward for the payment of such tax and penalty. ഓണർ അല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പെർസെൻറ്റേജ് ഓഫ് പെനാൽറ്റി കൂടുതലാണ്. ഓണർ ആണ് എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ഈക്വൽ ടു 100% ഓഫ് ടാക്സ് പേയബിൾ. അതായത് ടാക്സ് പേയബിൾ എത്രയാണോ അത് പെനാൽറ്റി ആയിട്ട് ചാർജ് ചെയ്യാം. എക്സെപ്റ്റഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 2% അല്ലെങ്കിൽ 25,000 ഏതാണോ ചെറുത്. അതായത് ഓണർ ഫോർവേഡ്, അതായത് ഓണർ മുന്നോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിന്റെ പെനാൽറ്റി വരുന്നുണ്ടാവുക. ഓണർ ഇല്ല എങ്കിൽ ടാക്സ് ലാബിലിറ്റി എത്രയാണോ അത് പ്ലസ് അതിന്റെ 50% പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി വരും. എക്സെപ്റ്റഡ് ഗുഡ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 5% ഓർ 25,000 വിച്ച് എവർ ഈസ് ലെസ് എത്രയാണോ അത് പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും. ദെൻ തേർഡ് കേസിൽ പറയുന്നത് അപ്പോൺ ഫർണിഷിംഗ് എ സെക്യൂരിറ്റി ഈക്വലന്റ് ടു ദ എമൗണ്ട് പേയബിൾ അണ്ടർ ക്ലോസ് എ ഓർ ക്ലോസ് ബി ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിലെ
ഈ ഒരു വെഹിക്കിൾ അടക്കം ആ ഗുഡ്സ് റിലീസ് ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആൻ എമൗണ്ട് പേയബിൾ അണ്ടർ ദ ക്ലോസ് എ ക്ലോസ് ബി അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ക്ലോസ് എയോ ക്ലോസ് ബി അനുസരിച്ച് ഏതാണോ ഹയർ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫർണിഷ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വെഹിക്കിൾ അടക്കമുള്ള ഒരു ഗുഡ്സ് നമ്മളവിടെ അല്ലെങ്കിൽ ഈ ടാക്സ് അതോറിറ്റീസ് അത് റിലീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ബിഫോർ ഡിറ്റൻഷൻ ഓഫ് സച്ച് ഗുഡ്സ് ഓർ സർവീസ് പ്രോപ്പർ ഓഫീസർ നീഡ് ടു സെർവ് എ നോട്ടീസ് ഓഫ് ഡിറ്റൻഷൻ ടു ദ പേഴ്സൺ ട്രാൻസ്പോർട്ടിംഗ് ദ ഗുഡ്സ്. ഈ വെഹിക്കിൾസ് പിടിച്ചെടുക്കുന്നതിന് മുമ്പ്, സീസർ ചെയ്യുന്നതിന് മുമ്പ് ആരാണോ ആ ഒരു ഗുഡ്സ് അയച്ചിട്ടുള്ളത് ആ സപ്ലയർക്ക് കൃത്യമായിട്ടുള്ള ഒരു നോട്ടീസ് ഇത് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ദെൻ ദ പ്രോപ്പർ ഓഫീസർ ഷാൾ ഇഷ്യൂ എ നോട്ടീസ് സ്പെസിഫൈയിങ് ദ ടാക്സ് ആൻഡ് പെനാൽറ്റി പേയബിൾ ദർ ആഫ്റ്റർ ആൻ ഓർഡർ ഫോർ പേയ്മെന്റ് ഓഫ് ടാക്സ് ഓർ പെനാൽറ്റി അണ്ടർ ദിസ് സെക്ഷൻ. ദെൻ അതിനുശേഷം അത് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം എത്രയാണോ അവരുടെ ലാബിലിറ്റി വരുന്നത്, പെനാൽറ്റി വരുന്നത്, അത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡോക്യുമെന്റ് അദ്ദേഹം ഇഷ്യൂ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നോ ടാക്സ് ഓർ പെനാൽറ്റി ക്യാൻ ബി ഇമ്പോസ്ഡ് വിത്തൗട്ട് ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബീയിങ് ഹിയർഡ്. അതായത് ഈ വണ്ടി പിടിച്ചെടുത്ത്, അതായത് അവിടെ ആ ഒരു സപ്ലയറേയും റിസീവറുടെയും ഭാഗത്ത് അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം മാത്രമേ ടാക്സ് അതോറിറ്റീസ് ഫർദർ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇഫ് ദ പേഴ്സൺ ഫെയിൽസ് ടു പേ ദ ടാക്സ് or penalty within 14 days of such detention or seizure, അതായത് ഈ വാഹനം പിടിച്ചെടുക്കുന്നതിലോ അത് കണ്ടെത്തിയിട്ടോ പിടിച്ചെടുത്തിട്ടോ ആ ഒരു പെനാൽറ്റി അടയ്ക്കാനുള്ള നോട്ടീസ് കൊടുത്ത് 14 ദിവസത്തിൻ്റെ ഉള്ളിൽ പെനാൽറ്റി അടയ്ക്കുന്നില്ല എങ്കിൽ ഫർദർ പ്രൊസീഡിങ്സ് ഷാൾ ബി ഇനീഷ്യേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 130. സെക്ഷൻ 130 പറയുന്ന ഫർദർ പ്രൊസീജിയർ എന്തൊക്കെയാണോ അത് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഈ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഈ ഒരു ഓഫീസർ അതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ് ആരംഭിക്കുന്നതാണ്. ദെൻ കോൺഫിസ്കേഷൻ ഓഫ് ഗുഡ്സ് ഓർ കൺവെയൻസ് ആൻഡ് ലെവി ഓഫ് പെനാൽറ്റി. സെക്ഷൻ 130 അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 130 എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സപ്ലൈസ് ഓർ റിസീവ്സ് എനി ഗുഡ്സ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് എനി ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഓർ ദ റൂൾസ് മെയ്ഡ് ദർ അണ്ടർ വിത്ത് ഇൻറ്റൻറ്റ് ടു ഇവേഡ് പേയ്മെന്റ് ഓഫ് ടാക്സ്. GST ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ GST ആക്ട് അനുസരിച്ച് അവിടെ എത്രയാണോ ടാക്സ് ലാബിലിറ്റി വരുന്നത് ആ ടാക്സ് ലാബിലിറ്റി ഇവേഡ് ചെയ്യുക, അതായത് ആ ടാക്സ് കൊടുക്കാതിരിക്കുക, ആ ടാക്സ് വെട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ എനി ഗുഡ്സ് ഓൺ വിച്ച് ഹി ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ ദിസ് ആക്ട് ഓർ അദ്ദേഹം ഈ ആക്ട് അനുസരിച്ച് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ എനി ഗുഡ്സ് ഓൺ വിച്ച് ഹി ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ ദിസ് ആക്ട് ഓർ തേർഡ് ആണ് പറയുന്നത് സപ്ലൈസ് എനി ഗുഡ്സ് ലയബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ആക്ട് വിത്തൗട്ട് ഹാവിങ് അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ. ടാക്സബിൾ ഗുഡ്സ് ഡീൽ ചെയ്യുന്നതിന് പ്രോപ്പർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എങ്കിൽ സെക്ഷൻ 130 അനുസരിച്ച് അവിടെ എന്ത് വരാം, പെനാൽറ്റി ഇമ്പോസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ പിന്നീട് ഒരു സിറ്റുവേഷൻ അതിൽ പറയുന്നത് കോൺട്രവെൻസീസ് any of the provisions of this act or the rules made thereunder with intent to evade payment of tax. GST ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ട് അനുസരിച്ച് ടാക്സ് വെട്ടിപ്പ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 130 അനുസരിച്ച് പെനാൽറ്റി ലെവി ചാർജ് ചെയ്യുന്നതാണ്. യൂസസ് എനി കൺവെയൻസസ് ആസ് എ മീൻ ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ കാരേജ് ഓഫ് ഗുഡ്സ് ഇൻ contravention of the provisions of this act or rules made thereunder unless the owner of the conveyance provides that it was so used without the knowledge of conveyance of the owner himself, his agent, if any, and the person in charge of the conveyance, then all such goods or conveyance shall be liable to confiscation and the person shall be liable to penalty under section 122. അതിവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓരോ ഗുഡ്സും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺവെയൻ ചെയ്യുന്നതിന് ഓരോ മീൻസ് ഉണ്ട്. ആ മീൻസിനെതിരാണ് എന്നുണ്ടെങ്കിൽ അതിൽ പറയപ്പെടുന്ന ആ ഒരു രീതിയിലല്ല ഈ ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ ആക്ട് അനുസരിച്ച് ഒരു വയലേഷൻ ഓഫ് ദിസ് ആക്ട് ആണ്, അതിനൊരു പെനാൽറ്റി ആണ് അല്ലെങ്കിൽ ഒരു ഒഫൻസ് ആണ്. അപ്പോൾ അത്തരത്തില് അതായത് ഓരോ ഗുഡ്സും ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നതിന്
അതിന് കൃത്യമായിട്ടുള്ള മോഡ് ഓഫ് കൺവെയൻസും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ വെഹിക്കിൾസ് ആണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് വേണ്ടത്, എത്ര വോളിയം ആണ് അതിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൺവേ ചെയ്യേണ്ടത്, ഇതൊക്കെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഒഫൻസ് അണ്ടർ GST ആക്ട്. അതിന് കൃത്യമായിട്ടുള്ള പെനാൽറ്റീസ് സെക്ഷൻ 122 അനുസരിച്ച് കൃത്യമായിട്ടുള്ള പെനാൽറ്റീസ് ആൻഡ് ലെവീസ് അവിടെ ചാർജ് ചെയ്യുന്നതാണ്.